ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല ഡിന്നറായിട്ടൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി മതി കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്നും ഒരേ രീതിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇനി ഇതിലേക്ക് ആദ്യം ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ റവയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യം വേണ്ടി വരും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കട്ട പിടിച്ചിട്ടുണ്ടാവും. കുറച്ച് സമയം നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഉടഞ്ഞു കിട്ടും കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. ഈ റവയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പിടിച്ചിട്ട് ആ ഒരു മാവൊന്ന് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അതല്ലെങ്കിൽ ഇതുപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളൂ കേട്ടോ. ചില കുട്ടികൾ വെജിറ്റബിളൊക്കെ എടുത്ത് മാറ്റുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അരച്ച് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. ഈ ഒരു മാവ് ഇപ്പം അത്യാവശ്യം ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു സവോളയുടെ പകുതി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള പകുതി മതി കേട്ടോ. തക്കാളി ഒരു ചെറിയ തക്കാളി മതിയാവും. ഇനി ഇതിലേക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് എരിവിനായിട്ട് കുറച്ച് വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുട്ടികൾക്ക് അതുകൊണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ പച്ചമുളക് വേണ്ടവർക്ക് അതും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കേബേജോ അതല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെജിറ്റബിളൊക്കെ ഇഷ്ടമുള്ള മക്കളാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് കുറച്ച് ലൂസായിട്ടുള്ള മാവാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നീർദോശയൊക്കെ തയ്യാറാക്കി എടുക്കില്ലേ, അതുപോലെ ലൂസായിട്ട് വേണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു വശം ഒന്ന് അടച്ചു വെച്ചിട്ട് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ആ വശം കൂടെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ മുമ്പ് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇത് ഇങ്ങനെ ചൂടോടുകൂടെ കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ചട്നിയുടെ ഒക്കെ കൂടെ ആണെങ്കിൽ അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ചട്നിയാണ്. അപ്പോൾ ചട്നിയും കൂട്ടിയിട്ട് സെർവ് ചെയ്യണം. ഞാൻ ഒരു 3 മാത്രമേ ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുള്ളൂ. കാരണം കഴിക്കാൻ വരുന്ന സമയത്ത് ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇപ്പോൾ ചുട്ടെടുക്കുന്നില്ല, മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.